ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. ഇതിൽ പേരും ക്ലാസ്സും ഒക്കെ കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഉള്ളടക്കം, ആമുഖം, ജനസംഖ്യ, ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ചരിത്രം, പ്രാധാന്യം, ജനസാന്ദ്രത. കാനേഷുമാരി സെൻസസ് ആക്ട് ആൻഡ് റൂൾസ് 1948, ജനസംഖ്യ ഏറ്റവും കൂടിയ 10 രാഷ്ട്രങ്ങൾ, വിദ്യാഭ്യാസവും ജനസംഖ്യയും, സെൻസസ് ചരിത്രം. പോസ്റ്റർ വാചകങ്ങൾ, ക്യൂസ്. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ആമുഖം. എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കേന്ദ്രീകരിച്ച് ജനസംഖ്യാ പ്രശ്നങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ അറിയിക്കുക എന്നതാണ് ആഘോഷത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ലോക ജനസംഖ്യാ ദിനം ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേക ദിവസം ഉണ്ടെന്ന് മിക്ക വ്യക്തികൾക്കും അറിയില്ല. ഈ ആഘോഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അമിത ജനസംഖ്യ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടുക എന്നതാണ്. അത് ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത് നിർബന്ധമാണ്. ജനസംഖ്യ എന്നത് ഒരു പ്രദേശത്തെ ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പദം. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ചരിത്രം. 1989 ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങുന്നത്. ജനസംഖ്യാ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പ്രകൃതിയെയും വികസനത്തിനെയും ഇത് ഏതു തരത്തിൽ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വിവരം നൽകുന്നു. 1990 ജൂലൈ 11 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങി. 1987 ജൂലൈ 11 5 ബില്യൺ ദിനം ആചരിച്ചതാണ് ജനസംഖ്യാ ദിനത്തിൻ്റെ പശ്ചാത്തലം. ജനസംഖ്യാ വളർച്ചയും പരിസ്ഥിതി വികസനവുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ 1990 ഡിസംബറിൽ പ്രമേയത്തിലൂടെ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് തുടരാൻ ഐക്യരാഷ്ട്ര പൊതുസഭ തീരുമാനിക്കുകയായിരുന്നു. പ്രാധാന്യം. ജനസംഖ്യ അമിതമായി കൂടുന്നത് വഴിയുണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഉയർത്തിക്കാട്ടുക എന്നതാണ് ജൂലൈ 11 ലോകം ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ജനസംഖ്യ നിയന്ത്രണമില്ലാതെ കൂടുന്നത് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെയും പുരോഗതിയെയും ബാധിക്കുന്നു. ജനസാന്ദ്രത. ഒരു പ്രദേശത്തെ ജനസംഖ്യയും അവിടത്തെ സ്ഥലവിസ്തൃതിയും തമ്മിലുള്ള അനുപാതമാണ് ജനസാന്ദ്രത. ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണം കണക്കാക്കിയാണ് ജനസാന്ദ്രത തീരുമാനിക്കാറുള്ളത്. 2011 സെൻസസ് പ്രകാരം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 ആളുകൾ എന്ന നിരക്കിലാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത. ഇത് ഇന്ത്യയുടെ മൊത്തം ജനസാന്ദ്രതയേക്കാൾ ഉയർന്ന അളവിലാണ്. കാനേഷുമാരി. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പദം. ഒരു രാജ്യത്തെയോ പ്രദേശത്തെയോ എല്ലാ ആളുകളെയും കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അവ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് കാനേഷുമാരി. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 5 അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ കാനേഷുമാരി നടത്തണം. 1951 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കാനേഷുമാരി കണക്കെടുപ്പ്. ഫെബ്രുവരി 9 ഇന്ത്യയിൽ ദേശീയ കാനേഷുമാരി ദിനമായി ആചരിക്കുന്നു. ലോകത്ത് ജൂലൈ 11. സെൻസസ് ആക്ട് ആൻഡ് റൂൾസ് 1948. 1948 സെൻസസ് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരമാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. കണക്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്.
വിവരങ്ങൾ നൽകാത്തവർക്കും തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും ശിക്ഷ നൽകാനും നിയമത്തിൽ വകുപ്പുണ്ട്. ജനസംഖ്യ ഏറ്റവും കൂടിയ 10 രാഷ്ട്രങ്ങൾ: ഇന്ത്യ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നൈജീരിയ, ബ്രസീൽ, ബംഗ്ലാദേശ്, റഷ്യ, മെക്സിക്കോ. ജനസംഖ്യയും ദാരിദ്ര്യവും. ജനസംഖ്യ വർദ്ധിക്കുന്നതോടൊപ്പം ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പ്രധാന ഭീഷണി. കഴിഞ്ഞ കാലം പരിശോധിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയും. ജനസംഖ്യ കുറയ്ക്കുന്നതോടൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കേണ്ടതുണ്ട് എന്ന അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം. വിദ്യാഭ്യാസവും ജനസംഖ്യയും. ഓരോ സ്ത്രീക്കും സെക്കൻഡറി വിദ്യാഭ്യാസം ലഭ്യമാണെങ്കിൽ ലോകത്ത് 3 ബില്യൺ ആളുകൾ കുറവായിരിക്കുമെന്നാണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നും പറയുന്നു. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലെ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ സ്ഫോടനാത്മകമായ ജനസംഖ്യാ വളർച്ച തടയാൻ കഴിയും. കാരണം ഇത് അവരെ കുടുംബാസൂത്രണത്തിന് സഹായിക്കുകയും ബാലവിവാഹവും ആദ്യകാല ശിശുഗർഭധാരണവും കുറയ്ക്കുകയും ചെയ്യുന്നു. സെൻസസ് ചരിത്രം. പുരാതന കാലം മുതൽ തന്നെ പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുക പതിവായിരുന്നു. പട്ടാള ആവശ്യങ്ങൾക്കും നികുതി പിരിവിനും സഹായകമായ വിവരങ്ങളായിരുന്നു അന്ന് ശേഖരിച്ചിരുന്നത്. ഗ്രീസിലെയും റോമിലെയും ഭരണാധികാരികൾ അവരുടെ രാജ്യത്തെ തൊഴിലാളികളുടെ എണ്ണം, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്തവരുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിച്ചിരുന്നതായി പറയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. റിപ്പൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ 1881 നടന്ന സെൻസസ് ആണ് ഇന്ത്യയിലെ ആദ്യ പരിപൂർണ സെൻസസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ സെൻസസ് 1951 നടന്നത്. 1951, 1961, 1961, 1971, 1981, 1991, 2001, 2011 വർഷങ്ങളിലായി 7 തവണ ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടുണ്ട്. പോസ്റ്റർ. പോസ്റ്റർ വാചകങ്ങൾ. ജനസംഖ്യ നിയന്ത്രിക്കാനും ലോകത്തെ രക്ഷിക്കാനും നമുക്ക് കൈകോർക്കാം. ജനസംഖ്യ കൂടിയാൽ വിഭവശേഷി കുറയും. ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതിലുപരി നാം ചെയ്യേണ്ട നിരവധി ഉത്തരവാദിത്വങ്ങളുണ്ട്. ജനസംഖ്യ ഭൂമിക്ക് ഭാരവും നമുക്ക് പട്ടിണിയുമുണ്ടാക്കും. ക്വിസ്. ലോക ജനസംഖ്യാ ദിനം എന്നു മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്? 1987. ലോക ജനസംഖ്യ എത്ര കോടിയായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? 500 കോടി. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പിന് പറയുന്ന മറ്റൊരു പേര് കാനേഷുമാരി. തിട്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കിൻ്റെ പിറവി? സെൻസറെ. ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ? ബാബിലോണിയ. രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യം നടന്നത് ഏത് രാജ്യത്താണ്? ചൈന. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയത് ആരാണ്? റോമാക്കാർ. ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത് ഐസ്ലാൻഡിൽ 1703. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.